ഹായ് എവരിവൺ, മഞ്ചേഴ്സ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് കാലമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ അങ്ങോട്ട് വീഡിയോകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഗ്രാമറിന്റെ ഒരു ബേസ് ആണ്. ഗ്രാമറിന്റെ ബേസ് നമ്മൾ എല്ലാവരും സെന്റൻസുകൾ പറയുന്നതും സെന്റൻസുകൾ എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ് സെന്റൻസ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി പഠിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് എ സെന്റൻസ്. എന്താണ് ഒരു സെന്റൻസ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഇംഗ്ലീഷ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which make a complete sense എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം, സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സെന്റൻസ് എന്ന് വിളിക്കുക എന്നുള്ളതാണ്. അത് തെറ്റാണ്. പൂർണ്ണമായി അർത്ഥമുള്ള വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെന്റൻസ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടത്. പൂർണ്ണമായി അർത്ഥമുള്ള വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെന്റൻസ് എന്ന് വിളിക്കുന്നത്. അതാണ് സെന്റൻസ്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് എ കംപ്ലീറ്റ് സെൻസ്, ദാറ്റ് ഈസ് സെന്റൻസ്. അതാണ് നമുക്ക് 4 ടൈപ്സ് സെന്റൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ടൈപ്സ്. ഒന്ന് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. രണ്ടാമത്തെ ഇന്ററോഗേറ്റീവ്. മൂന്നാമത്തെ ഇംപരേറ്റീവ്. നാലാമത്തെ എക്സ്ക്ലമേറ്ററി. ഒന്നുകൂടി പറയാണ്, 4 ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ്. ഒന്ന് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്, രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ്, മൂന്നാമത്തത് ഇംപരേറ്റീവ്, നാലാമത്തത് എക്സ്ക്ലമേറ്ററി എന്നുള്ളതാണ്. ഇനി ഈ 4 സെന്റൻസിന്റെയും എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.